നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി. അത് നോവൽ വന്നു. നോവൽ വായിച്ചതിന് ശേഷവും മൂവിയുടെ ഒരു കോൺസെപ്റ്റിൽ കുറേ പേര് ഓരോ പോസ്റ്റുകൾ ഇടാറുണ്ട്. അപ്പോഴൊക്കെയും ഈ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരേപോലെ മല്ലി എന്ന് പറഞ്ഞിട്ട് ദയൻ്റെ ഇടുന്നത്. അതെങ്ങനെയാ ഒരു ആളുകളിലേക്ക് എങ്ങനെയായിരിക്കും ദയൻ്റെ ഫേസ് മല്ലിക്ക് വന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ട് ആളുകൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു, മല്ലിയായിട്ട് ദയയുടെ മുഖമാണ് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ. അങ്ങനെയാണ് ഞാൻ റാം കെയർ ഓഫ് ആനന്ദി വായിക്കണം എന്ന് പോലും ചിന്തിച്ചത്. പിന്നീട് അഖിൽ പി ധർമ്മജനായിട്ട് സൗഹൃദമായി. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൽ ആ ഒരു മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ആളുകൾ വായിക്കുമ്പോൾ എന്നെ അങ്ങനെ കാണുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഞാൻ മല്ലി ഞാനത് വായിക്കുമ്പോൾ എനിക്കെന്തോ എൻ്റെ ഫേസ് അങ്ങനെ റിലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എനിക്കെന്തോ ഒരുപാട് മുഖങ്ങൾ വന്നു പോകുന്നുണ്ടായിരുന്നു. മേ ബി ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാവാം എനിക്ക് എല്ലാ മുഖങ്ങളും വന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഒരുപാട് ആളുകൾ അത് വായിച്ചിട്ട് എന്നെ പോലെ മല്ലിയായിട്ട് എന്നെയാണ് തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. സിനിമയാവുന്ന കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞ ആളുകളോടൊക്കെ പറഞ്ഞത് ചേച്ചിയാണോ അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങളുടെ വായനയിൽ എൻ്റെ മുഖം ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് വലിയൊരു ഗ്രേറ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം. കാരണം നമ്മളിപ്പോൾ ഒരു മൂവി എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു കാസ്റ്റ് ഉണ്ട്. നമ്മൾ അയാളെ കണ്ടിട്ടാണ് നമ്മൾ അവരെ റിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരാളുടെയും ഫേസ് കൊടുക്കാതെ ഒരു വായനയിൽ നിന്നിട്ട് അവരെൻ്റെ മുഖം ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്താ ഭയങ്കര സന്തോഷം. മറ്റേ ബ്ലെസ്ഡ് ഫീൽ അല്ലേ? അതെ, ബ്ലെസ്ഡ് ഫീൽ. ഇതേടെ ഇപ്പോൾ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ ലൈഫ് നോക്കുകയാണെങ്കിൽ, ഇപ്പം പെട്ടെന്ന് വന്ന് ഫേമസ് ആയ ഒരാളല്ല. ആദ്യം മുതലേ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ കയറിയും പൊങ്ങിയും താന്നും അങ്ങനെ തന്നെ പോകുന്ന ആളാണ്. അതിനിടയ്ക്ക് പല സമയങ്ങളിലും ചിലപ്പോൾ കോൺട്രവേഴ്സീസ് ഉണ്ടാവാം. പിന്നെ അങ്ങനെ ഒരു മിക്സ്ഡ് ആണ് ആ ഒരു ലൈഫ്. ശരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ? പലപ്പോഴും മുങ്ങാറുണ്ട് യൂട്യൂബിൽ നിന്നൊക്കെ. ഞാൻ ഒരിക്കലും എന്നെ 4 പേര് അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല, ഒരിക്കലും. അതിൻ്റെ റീസൺ എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത്, മനസ്സും ശരീരവും വൈരുദ്ധ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സിനൊപ്പം എൻ്റെ ശരീരത്തെ മാറ്റുക എന്നുള്ളൊരു ചിന്ത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ എന്നെ 4 പേര് അറിയണം, അല്ലെങ്കിൽ എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം, എന്നെ ആളുകൾ ശ്രദ്ധിക്കണം, എവിടെ പോയാലും എല്ലാവരും എൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല. അത് ഇപ്പോഴും ഞാനത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ചതുപോലെ മാറുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.